പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ദൈവവചന ധ്യാനവുമായി നമുക്ക് കടന്നു വരുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ഈ വിലയേറിയ സമയത്തെ ഓർത്ത് ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് ചിന്തയ്ക്കായി ഒരു ഭാഗം, ഒരു പരമ്പര നമ്മൾ തുടങ്ങുകയാണ്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്: ദൈവകൃപയുടെ മാഹാത്മ്യം, ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗാഡ്സ് ഗ്രേസ്. ഒരു വാക്യം വായിക്കട്ടെ. 2 Corinthians chapter 6 verse 1. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇന്ന് ലോകത്തിൽ വളരെയധികം ഒരുപക്ഷെ നാം അനുഭവിക്കുന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും വളരെയധികം ആളുകൾ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യമാണല്ലോ ദൈവത്തിൻ്റെ കൃപ. അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്ന ഒരു ദാനമാണല്ലോ ദൈവകൃപ. ദൈവം നോക്കുമ്പോൾ നമുക്ക് യാതൊരു യോഗ്യതയുമില്ല. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, നാം പാപികളായിരുന്നു, നാം ബലഹീനരായിരുന്നു, നാം ദൈവമുമ്പാകെ ശത്രുക്കളായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ ദൈവത്തിൻ്റെ മഹാസ്നേഹം നിമിത്തം നമ്മോട് കൃപ കാണിച്ച്, നമ്മോട് കൃപ ചൊരിഞ്ഞ് നമ്മളെല്ലാവരും രക്ഷിച്ചു. ഈ കൃപയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പ്രസ്താവിക്കുവാൻ വചനത്തിൽ നിന്നുണ്ട്. എന്നുവരികിലും ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യം ദൈവകൃപയാൽ നമുക്ക് ലഭിച്ച വിലയേറിയ രക്ഷ എന്നുള്ളതാണ്. നമ്മൾ എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതിൻ്റെ 5-ാം വാക്യത്തിൽ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുവിൽ അതിനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. 8-ാം വാക്യം വീണ്ടും അതിനെ പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. ദൈവകൃപയാണ് പ്രിയപ്പെട്ടവരെ നമ്മെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ധാരാളമായി കാണുവാൻ കഴിയാത്തത്, എന്നാൽ വല്ലപ്പോഴും ഒക്കെ അത് കാണുന്നുണ്ട് താനും. പുതിയ നിയമത്തിൽ ഉടനീളം കാണുന്നതുമായ ഒരു വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ കൃപ. ഈ കൃപ കൊണ്ടുവരുന്നത് മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നമ്മളെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 16-ാം വാക്യം, അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ഈ കൃപ ഇന്ന് നമ്മൾ അനുഭവിപ്പാൻ, ഇതിൻ്റെ എല്ലാ സൗജന്യമായി ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിൻ്റെ എല്ലാ അനുഭവങ്ങളും നമുക്ക് ലഭിപ്പാൻ കാരണമായി തീർന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കൃപയുമായി നമ്മുടെ ഇടയിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ടാണ്. ആമേൻ. നമ്മുടെ തീത്തോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഈ ദൈവകൃപ ആരിൽ കൂടെയാണ് കിട്ടിയത്? നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടെയാണ് ലഭിച്ചത്. അടുത്ത വാക്യം ഇങ്ങനെ വായിക്കുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവം നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കൃപയാണ് നമുക്ക് സുവിശേഷം തന്നത്. ഈ കൃപയാലാണ് സുവിശേഷം കേൾക്കുവാനും സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും അങ്ങനെ രക്ഷപ്പെടുവാനും ഈ സുവിശേഷം നമുക്ക് മറ്റുള്ളവരോട് അറിയിപ്പാനും ഒക്കെ നിദാനമായി തീർന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സുവിശേഷത്തെ ഇത് കൃപയുടെ സുവിശേഷം എന്നിങ്ങനെ വിളിക്കാം. ദിസ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്. ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് സാൽവേഷൻ ആൻഡ് ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്. കൃപയാണ് സുവിശേഷവും രക്ഷയും ഒക്കെ കൊണ്ടുവന്നത്.
ആമേൻ. നമ്മൾ ഈ കൃപയുടെ കീഴിലാണ് ഇന്നായിരിക്കുന്നത്. ഈ കൃപയുടെ മറവിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തന്നെ എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ദ ബുക്ക് ഓഫ് എഫീഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 2, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. He says, I am a prisoner of Jesus Christ. What for? താഴോട്ട് പറയുന്നു, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പൗലോസ് പറയുന്നു, ഈ കൃപ എന്മേൽ പകർന്ന് എനിക്കൊരു മർമ്മം വെളിപ്പെടുത്തി തന്നു. എന്താ മർമ്മം? അത് 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിന് പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ആമേൻ. എന്നിട്ട് താൻ പറയുന്നു, ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. നിന്നെ കേൾക്കുന്ന പലരും ഈ ശുശ്രൂഷ അനുഭവിക്കുന്നവരും ഈ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കുന്നവരുമാണല്ലോ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ഇന്നുവരെയും പിടിച്ചു നിർത്തിയത്. ഈ നിമിഷം വരെയും നാം നിൽക്കുന്നത് അവൻ്റെ കൃപയിലാണ്. ഹല്ലേലൂയ. Because it is a free favor of God. It is a goodwill of God. It is unmerited favor of God. നമ്മുടെ ആരുടെയും ഒരു ഗുണമോ കഴിവോ പ്രശംസിപ്പാൻ ഒന്നും നമുക്കില്ല. നമ്മളൊന്നും ചെയ്തിട്ടല്ല ദൈവം നമ്മോട് കൃപ കാണിച്ചത്. ദൈവം നമ്മോട് കൃപ കാണിച്ചത് ദൈവത്തിൻ്റെ ഒരു വലിയ നമ്മോടുള്ളതായ വാത്സല്യ നിമിത്തമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഗോസ്പലാണ്, ഈ കൃപയാൽ കടന്നു വന്ന ഈ സുവിശേഷമാണ് രക്ഷ നമുക്ക് തന്നത്. പാപികൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ, പാപികൾ ദൈവത്തിൻ്റെ സുവിശേഷം കേട്ട് കർത്താവ് യേശുക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ, പാപങ്ങളെ ഏറ്റുപറയുവാൻ, ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നത് ഈ കൃപയുടെ സുവിശേഷമാണ്. ഈ കൃപയുടെ സുവിശേഷം രക്ഷയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഒരു വ്യക്തി രക്ഷയിലേക്ക് കടന്നു വരുന്നതാണ്. രോഗവും മറ്റു കാര്യങ്ങളൊക്കെ മാറുന്നതൊക്കെ അത്ഭുതങ്ങളായിട്ട് ഇന്ന് ചിത്രീകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, രോഗം മാറുന്നതോ കടബാധ്യത മാറുന്നതോ മറ്റ് ഭൗതിക നന്മകൾ ലഭിക്കുന്നതോ ഒന്നുമല്ല അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും. ഒരു വ്യക്തി നിത്യനാശത്തിൽ നിന്ന്, നിത്യനരകത്തിൽ നിന്ന്, നിത്യദണ്ഡനത്തിൽ നിന്ന്, നിത്യമരണത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെട്ട് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൂടെ വസിക്കുവാൻ, നിത്യതയിൽ വാസമാക്കുവാൻ, നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ രക്ഷിക്കപ്പെടുന്നതാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം. ഈ അത്ഭുതം സാധ്യമായത് കൃപയാലാണ്. ഈ അത്ഭുതം ഇന്നും സാധ്യമായിക്കൊണ്ടിരിക്കുന്നത് ദൈവം ഇന്നും ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന തൻ്റെ കൃപയാലാണ്. ഈ കൃപ നമ്മൾ കേട്ടതുപോലെ യേശുക്രിസ്തു മുഖാന്തരം കടന്നു വന്നു. ഹല്ലേലൂയ. എന്നിട്ട് ഈ കൃപ, ഈ രക്ഷയുടെ സുവിശേഷം, ഈ കൃപയുടെ സുവിശേഷം നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ, രക്ഷിക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ പാപങ്ങൾ നമ്മെ എന്നേക്കുമായിട്ട് ഉദ്ധരിച്ചു. ദൈവകോപത്തിൽ നമ്മെ വിടുവിച്ചു. നിത്യമരണത്തിൽ നമ്മെ എന്നേക്കുമായിട്ട് വിടുവിച്ചു. പാതാളത്തിൽ നിത്യദണ്ഡനത്തിൻ്റെ അവസ്ഥയിൽ നമ്മെ എന്നേക്കുമായിട്ട് വിടുവിച്ചു. പിശാചിൻ്റെ അധികാരത്തിൽ നമ്മെ വിടുവിച്ചു. അന്ധകാരത്തിൽ നമ്മെ വിടുവിച്ചു. ഈ ലോകത്തിൻ്റെ ബന്ധനത്തിൽ നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. നമ്മളെ കർത്താവ് സ്വതന്ത്രരാക്കി. ഹല്ലേലൂയ. അപ്പോൾ ഈ ഗ്രേസ് എന്താ നമുക്ക് തന്നെന്നുള്ളത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ ഗ്രേസ് അഥവാ കൃപ നമുക്ക് നൽകിയത്, ദാനമായി നൽകിയത് രക്ഷയാണ്.
കൃപയെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കർത്താവിനെയാണ് ഓർക്കേണ്ടത്. കർത്താവില്ലാതെ കൃപയില്ല. യേശുക്രിസ്തു എന്ന നാമം നമ്മുടെ നാവിൽ ഉച്ചരിക്കാതെ കൃപ നമുക്ക് ഓർക്കാനായിട്ട് സാധ്യമല്ല. യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും വന്നു. അവൻ്റെ നിറവിൽ നിന്നല്ലോ നമുക്ക് കൃപമേൽ കൃപ ലഭിക്കുന്നെന്ന് നമ്മൾ വായിച്ചല്ലോ. തീത്തോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത് ഇത് രക്ഷ നമുക്ക് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ്. അപ്പോൾ ഇത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ഒരു ദൈവകൃപയാണ്. സ്തോത്രം. നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. 2 കൊരിന്ത്യർ 6-1 നിങ്ങൾക്ക് ലഭിച്ച കൃപ, ദൈവകൃപ വ്യർത്ഥമായി പോകരുത് എന്ന് പൗലോസ് ഓർപ്പിക്കുന്നു. അതിലേക്ക് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും മടങ്ങി വരാം. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് കൃപയുടെ മാഹാത്മ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഈ കൃപ കൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാക്കളുടെ രക്ഷ. ആത്മാക്കളുടെ മാത്രമല്ല, നമ്മുടെ ശരീരങ്ങൾ വീണ്ടെടുപ്പും കുറച്ച് നാൾ കഴിഞ്ഞ് ഉണ്ടാകും. ആമേൻ. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അതിനായിട്ട് നാം ഞെരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ കൂട് പൊട്ടി ചെന്ന് നാം പുറത്ത് പോകുന്നുവോ, അല്ലെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ അത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരു പ്രത്യേകമായ രീതിയിലാണ് ഈ ദൈവകൃപ ഉദിച്ചത് എന്ന് ഇവിടെ കാണുന്നു. തീത്തോസ് പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ദൈവകൃപ സകല മനുഷ്യർക്കും രക്ഷയെ പ്രദാനം ചെയ്യുവാനായിട്ടാണ് കടന്നു വന്നത്. സകല മനുഷ്യരെയും വിടുവിക്കുവാൻ, ഭൂലോകത്തിലുള്ള സകല മാനവജാതിയെയും നിത്യനാശത്തിൽ നിത്യമരണത്തിൽ നിന്ന് എന്നേക്കുമായി ഉദ്ധരിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിൽ കൂടെ ഈ കൃപ നമ്മളിലേക്ക് കടന്നു വന്നു. ഹല്ലേലൂയ. ഈ കൃപ കടന്നു വന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്. എഫെസ്യ ലേഖനത്തിൽ പറയുന്നത്, നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിൻ്റെ അധികാരത്തിന് കീഴിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനെ അധിപതിയായവനെ അനുസരിച്ച് നടന്നവരാണ് നമ്മൾ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരാൽ നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്രയും നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പഴയകാല ജീവിതത്തിൽ നിന്നും ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തിയത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. നാം വിശ്വസിച്ചു എന്നൊരു പരമാർത്ഥമുണ്ട്, നാം വിശ്വസിച്ചു എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ നമ്മുടെ വിശ്വാസമല്ല വലുത്, ദൈവം കൃപ ചൊരിഞ്ഞത് കൊണ്ടാണ് നമുക്ക് വിശ്വസിക്കുവാൻ ഇടയായിത്തീർന്നത്. കൃപയാലത്തിരി വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈ ദൈവകൃപ സകല മനുഷ്യർക്കും രക്ഷാകരമായ ഒരു ദൈവകൃപയായിത്തീർന്നു. It has appeared not only to the Jews but all the people, the entire population of the people in all over the world. നമുക്കറിയാം, പഴയ ചരിത്ര പശ്ചാത്തലം നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടത് യഹൂദന്മാർക്ക് മാത്രമാണ്. സീനായി പർവ്വതത്തിൽ ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി മാത്രമാണ് പ്രത്യക്ഷപ്പെടുവാൻ ഇടയായത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വളരെ വ്യത്യസ്തമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്കറിയാം. ഇവിടെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല, ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് മാത്രമല്ല, ഒരു പ്രത്യേക ജനവിഭാഗത്തിന് മാത്രമല്ല, ലോക ജനതയ്ക്ക് മുഴുവനും സകല മനുഷ്യർക്കും രക്ഷാകരമായൊരു ദൈവകൃപയായി ഇത് ഉദിച്ചു. അതുകൊണ്ടാണല്ലോ യോഹന്നാൻ 1:12 നമ്മൾ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഏവർക്കും, ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാം. ആമേൻ. അപ്പോൾ ഇത് ഒരു പ്രത്യേക ആളുകൾക്ക് മാത്രം
അല്ല, ലോകത്തെല്ലായിടത്തും ഉള്ള ആളുകൾക്ക് വേണ്ടി കടന്നു വന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് ഇത് സൗജന്യമായിട്ടുള്ള കൃപയായിരുന്നു. ആരോടും ഒരു പ്രതിഫലവും വാങ്ങാതെ, ഒരു കാര്യവും ഒന്നും ചെയ്യാതെ ചുമ്മാ നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗജന്യമായി നൽകപ്പെടുന്ന ഒന്നായിരുന്നു. കർത്താവ് തൻ്റെ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിന്നെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തുള്ള സകല ജാതികളോടും ഈ സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ നിങ്ങൾ സ്നാനപ്പെടുത്തുവീൻ, ഞാൻ പറഞ്ഞതൊക്കെ അവരെ പഠിപ്പിക്കും, എന്നാൽ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. അതിനു മുമ്പ് താൻ പറഞ്ഞു, സ്വർഗത്തിലെ സകല അധികാരങ്ങളും, സ്വർഗത്തിലും ഭൂമിയിലെ എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. ഇത് സൗജന്യമായിട്ട് എല്ലാവർക്കും വേണ്ടി കർത്താവ് കൊടുത്ത കാര്യമാണ്. മൂന്നാമത് നമ്മൾ കാണുന്നത് തീത്തോസിൻ്റെ ലേഖനത്തിൽ ഈ ഗോസ്പൽ ഓഫ് ഗ്രേസ് എന്ന് പറയുന്നത് ഇത് പഠിപ്പിക്കുവാനായിട്ടുള്ളതാണ്. തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചല്ലോ, 2-ാം അധ്യായം, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവൻ നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ നീതിയോടും സുബോധത്തോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ആമേൻ. സകല മനുഷ്യർക്കും വേണ്ടി ഉദിക്കപ്പെട്ടതായ ഈ കൃപയുടെ സുവിശേഷം, ഈ കൃപ അത് നമ്മളെ പഠിപ്പിക്കുന്നതാണ്. വെറുതെ നമ്മുടെ അറിവിന് വേണ്ടി മാത്രം തന്ന ഒരു കാര്യമല്ല. ഇത് വെറും ഒരു ബോധവൽക്കരണത്തിനായിട്ടല്ല കൃപയുടെ സുവിശേഷം തന്നത്. നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിച്ച് അത് ശിക്ഷിച്ച് അത് നിലനിർത്തി മുമ്പോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് നമുക്ക് തന്നത്. ഹല്ലേലൂയ. എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിക്കുവാൻ. ആമേൻ. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും, ദൈവഭക്തി കൂടാതെ ദൈവഭക്തിക്ക് വിരുദ്ധമായി, ദൈവ ഭയത്തിന് വിരുദ്ധമായി, ദൈവത്തെ മാനിക്കാതെ, ദൈവത്തെ ആദരിക്കാതെ ഈ ലോകത്തിൻ്റെ പ്രപഞ്ചത്തിലെ പല കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നാം തനിയെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായിത്തീരും. ലോകസ്നേഹം, ലോകമോഹം, ഇതൊക്കെ കർത്താവിൻ്റെ ഇഷ്ടത്തിനെതിരാണെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നിങ്ങൾ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ലോകത്തിൻ്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അപ്പോൾ ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് മുമ്പോട്ട് ജീവിപ്പാനാണ് ഈ ദൈവകൃപ ഉദിച്ചത്. ആമേൻ. രക്ഷാകരമായ ദൈവകൃപ എന്ന് നമ്മൾ പറയുന്നു, നമ്മൾ മനസ്സിലാക്കി രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും വർജിക്കണം. ആമേൻ. നമുക്ക് ഈ ലോകത്തെ വിട്ട് ഇപ്പോൾ പോകാനായിട്ട് സാധ്യമല്ല. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങളെ ഞാൻ ലോകത്തിൽ നിന്ന് എടുത്തു, തിരികെ ഞാൻ നിങ്ങളെ ലോകത്തിൽ തന്നെ വെച്ചിരിക്കുന്നു. നിങ്ങൾ ഈ ലോകത്തിലുള്ളവരല്ല. നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരല്ലാത്തത് കൊണ്ടാണ് ലോകം നിങ്ങളെ പകയ്ക്കുന്നത്. അത് നിങ്ങൾ മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു.
യോഹന്നാന്റെ സുവിശേഷം 16-33 കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണം, ഈ ലോകത്തോട് ചേർന്ന് നമുക്ക് പോകണം. എന്നാൽ ലോകം നമ്മിലേക്ക് കടക്കുവാൻ പാടില്ല. ലോകത്തെ എല്ലാ കാര്യങ്ങളും കൂട്ടുപിടിപ്പാൻ നമുക്ക് സാധ്യമല്ല. ലോകമോഹങ്ങളിൽ നാം മുഴുകിപ്പോകുവാൻ പാടില്ല. We must not get ourselves entangled in the worldly passions and worldly pursuits. നമുക്ക് ലോകത്തിൽ നിന്നും മിക്കവാറുമുള്ള കാര്യങ്ങളിൽ ഒരു വ്യത്യസ്തത പാലിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. ആമേൻ. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നു, വ്യഭിചാരിണികളായുള്ളവരെ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ ശത്രുവായിത്തീരുന്നു. ലോകത്തിന്റെ സ്നേഹിതൻ. നാം ലോകത്തിന്റെ സ്നേഹിതരാണോ? സകല മനുഷ്യനും രക്ഷാകരമായ ദൈവകൃപയാൽ ഉദിക്കപ്പെട്ട ദൈവകൃപയാൽ രക്ഷയിലെ അനുഭവത്തിലേക്ക് കടന്നു വന്ന നമ്മോട് ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നത് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളെ വിട്ടൊഴിയുവാൻ പറയുമ്പോൾ നാം നമ്മോട് തന്നെ ഇന്ന് ചോദിക്കാം, നാം ലോകത്തിൻ്റെ സ്നേഹിതരാണോ? ലോകത്തിൻ്റെ സ്നേഹിതരാകുന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം പറയുന്നു, നാം ദൈവത്തിൻ്റെ ശത്രുവാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ശത്രുവായിരുന്ന നമ്മെ, ബലഹീനരായിരുന്ന നമ്മെ, പാപികളായിരുന്ന നമ്മെ ദൈവം നല്ല മഹാസ്നേഹത്താൽ കൃപയിലൂടെ നമ്മെ രക്ഷിച്ചു. ആമേൻ. ക്രിസ്തുയേശുവിനുള്ളവൻ ലോകത്തെ വിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയുള്ള യാഗമായി സമർപ്പിക്കുവാൻ. 2-ാം വാക്യത്തിൽ പറയുന്നു, നാം ലോകത്തോട് അനുരൂപപ്പെടരുത്, ഡു നോട്ട് കോംപ്രമൈസ് വിത്ത് ദ വേൾഡ്. ലോകമായിട്ടൊരു അഡ്ജസ്റ്റ്മെന്റിന് പോകുവാൻ നമ്മോട് പറയുന്നില്ല. ലോകമായിട്ട് പല കാര്യങ്ങൾ പൊരുത്തപ്പെടുവാൻ നമ്മോട് പറയുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ നാം ഈ ലോകത്തിൽ ഇരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ലോകമായിട്ട് പൊരുത്തപ്പെടാതെ, ഈ ലോകം നമ്മെ ചതിക്കുന്ന ലോകമാണ്. ഈ ലോകം നമ്മെ അവസാനം വരെ കൊണ്ടുപോകാൻ, നമ്മെ രക്ഷയിൽ നിലനിർത്തുവാൻ ഈ ലോകത്തിന് ഒരിക്കലും നമ്മെ കൊണ്ട് സാധിക്കത്തില്ല. എവിടെയെങ്കിലും വിട്ട് നമ്മെ ചതിക്കും. ഏതെങ്കിലും മേഖലകളിൽ നാം ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഭ്രമിക്കപ്പെട്ടു പോയി, നമ്മളതിൽ ആകൃഷ്ടരായിട്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെടുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും നാം വർജിച്ചേ മതിയാകത്തുള്ളൂ. ഇബ്രാഹിം 12-ാം അധ്യായത്തിൽ നമ്മോട് പറയുന്നല്ലോ, സാക്ഷികളുടെ വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. വിശ്വാസ നായകനും പൂർത്തിവരുന്നതിനുമായ യേശുവിനെ നോക്കണം. ആമേൻ. രണ്ടാമത്തെ കാര്യം നമ്മുടെ കാണുന്നത്, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന്. അപ്പോൾ ഈ ലോകത്തിൽ പ്രപഞ്ചമോഹങ്ങളെ വർജിക്കണം, ഭക്തിയോട് വർജിക്കണം. പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കണം. തിമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഇപ്രകാരം പറയുന്നു, തിമോത്തിയോസേ, ദൈവം നിനക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, സുബോധത്തിൻ്റെ ആത്മാവിനെയാണ്. സുബോധത്തോട് ജീവിക്കുവാൻ, ദൈവഭക്തിയോട് ജീവിക്കുവാൻ, നീതിയോട് ജീവിക്കുവാൻ
ഈ ദൈവകൃപ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. നമുക്ക് രക്ഷ പകർന്നു നൽകിയ ദൈവകൃപ, പ്രപഞ്ചമോഹങ്ങളും ഭക്തികേടും വർജിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ദൈവകൃപ, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കുവാൻ നമ്മെ അനുശാസിക്കുന്ന, നമ്മെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. ആമേൻ. ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൃപയെ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൻ്റെ കൃപയെ നമുക്ക് ശരണപ്പെടാം. നാം ഈ ദൈവകൃപയുടെ മാഹാത്മ്യത്തെ മനസ്സിലാക്കണം. ഇത് വെറുതെ കിട്ടിയതായതുകൊണ്ട്, വിലയില്ലാത്തതായതുകൊണ്ട്, ഇത് നമുക്ക് സൗജന്യമായി ലഭിച്ചതായതുകൊണ്ട്, ഒരു യോഗ്യതയില്ലായിരുന്നു നമുക്ക്, അയോഗ്യരായിരുന്നു നമുക്ക് ലഭിച്ചതായതുകൊണ്ട് ഇതിൻ്റെ വില നമ്മൾ കാണാതെ പോകരുത്, ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ഇത് വളരെ വിലപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. കുറേയധികം കാര്യങ്ങൾ നമ്മോട് ചെയ്യരുത് എന്ന് വചനം പറയുന്നുണ്ട്. എന്നാൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് ശരിയാണെങ്കിൽ തന്നെയും പല കാര്യങ്ങൾ ചെയ്യുവാനും നമ്മോട് വചനം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിനോട് ഉത്തരവാദിത്വമുണ്ട്. നാം ജീവിക്കുന്ന സൊസൈറ്റി, സമൂഹത്തോട് ഉത്തരവാദിത്വം, പ്രതിബദ്ധതയുണ്ട്. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവിഭാഗത്തോട്, കൂട്ടായ്മയോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നാം ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തോട് ഉത്തരവാദിത്വമുണ്ട്, ബന്ധങ്ങളോട് ഉത്തരവാദിത്വമുണ്ട്, പ്രകൃതിയോട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്വങ്ങളൊന്നും ഒഴിഞ്ഞു മാറിയുള്ളൊരു ജീവിതമല്ല. പലരും നമ്മൾ ചെയ്യരുതെന്ന് പറയുന്നത് ശരിയാണെങ്കിൽ തന്നെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിപ്പാൻ, അതാണ് സുബോധം, നീതി, ദൈവഭക്തി എന്ന് പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുവാൻ ഈ ലോകത്തിൽ എന്തൊക്കെ വേണമോ, അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ, ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ, ദൈവമക്കളായി ജീവിക്കുമ്പോൾ, ദൈവഭക്തിയോടെ ജീവിക്കുന്ന എന്തെല്ലാം ആവശ്യമാണോ അതിനാവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മാത്രമല്ല നമുക്കെല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ജീവനും ഭക്തിക്കും ആവശ്യമായത് മുഴുവനും ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് തന്നിരിക്കുമ്പോൾ, നമ്മോട് കർത്താവിൻ്റെ വചനം പറയുന്നു, ഈ ലോകത്തിൽ പ്രിയ ദൈവബദലേ നീ ജീവിക്കുമ്പോൾ നീ ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണം. ആമേൻ. ഹല്ലേലൂയ. പിന്നീട് നമ്മളെ കാണുന്നത്, വാക്യം ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. തീത്തോസിന്റെ ലേഖനം 2:11-12-13 വാക്യങ്ങൾ. സകല മനുഷ്യനും രക്ഷാകരമായ ദൈവം ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവൻ നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ മൂന്നാമത്തെ കാര്യം, നാം കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കണം എന്നുള്ളതാണ്. ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം, നീതിയോടും സുബോധത്തോടും ദൈവഭക്തിയോടും കൂടി ജീവിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായിട്ട്, തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. We must look for the glorious appearance of a great God and Savior Jesus Christ. Amen. ഇതൊരു പ്രത്യേക സന്തോഷമുള്ള കാര്യമല്ലേ?
ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മത പാലിച്ചാൽ, ചില കാര്യങ്ങൾ നമ്മൾ ഡിസിപ്ലിൻ പാലിച്ചാൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ സാധിക്കത്തില്ലേ? ആമേൻ. യൂദായുടെ ലേഖനം 20-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്: നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മിക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നു കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായിട്ട് കാത്തിരുന്നു കൊണ്ട്. അപ്പോൾ ഈ ദൈവകൃപ കടന്നു വന്ന് നമ്മെ രക്ഷിച്ചു. ഈ ദൈവകൃപ നമുക്ക് ലോകത്തിൽ ജീവിക്കാനുള്ള എല്ലാ പദവികളും തന്നു. ഈ ദൈവകൃപ നമ്മെ ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിപ്പാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. ജീവിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടേതാണ്. ഞാൻ എന്തുകൊണ്ടാണ് ദൈവകൃപയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് സാൽവേഷൻ അഥവാ രക്ഷ എന്നുള്ളത് എടുത്തതെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് നാം രക്ഷപ്പെട്ടത്. ഇന്ന് ലോകത്തിൽ എത്ര പേര് വെളിയിൽ രക്ഷപ്പെടാതെ കിടക്കുന്നുണ്ട്. ഈ രക്ഷയുടെ സുവിശേഷം ഒരുപക്ഷെ കേട്ടവരായിരിക്കാം. ഈ രക്ഷയുടെ ദൂത് അനേക തവണ ഇവിടെ കണ്ണപുടങ്ങളിൽ കൂടി കടന്നുപോയതായിരിക്കാം. ചിലപ്പോൾ അവർ തീരുമാനമെടുത്തിട്ട് പിന്മാറിയവരായിരിക്കാം. ചിലപ്പോൾ പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് സമയത്തെ മാറ്റിവെച്ചവരായിരിക്കാം. അല്ലെങ്കിൽ ഇത് വിലയില്ലാത്ത, ഇത് കഴമ്പില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരായിരിക്കാം. കാരണം എന്തുമാകട്ടെ, അവരെല്ലാവരും ഈ രക്ഷയുടെ ഈ സന്തോഷത്തിന് വെളിയിലായിരിക്കുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ ഉണ്ട്. ചിലപ്പോൾ മാതാപിതാക്കൾ കാണും, ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കാണും, ചിലപ്പോൾ സഹോദരങ്ങൾ കാണും, ചിലപ്പോൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തികൾ കാണും. അവരെല്ലാവരും ഈ രക്ഷയുടെ വെളിയിലായിരിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൃപയിൽ വളരുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആളത്വപരമായ ബന്ധത്തിൽ മുമ്പോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വലിയ സന്തോഷത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ ഇന്ന് പകൽ സ്തുതിക്കാം. നാം എത്ര ഭാഗ്യമുള്ളവരാണെന്നറിയാമോ? നാം എത്ര സന്തോഷത്തിൻ്റെ അനുഭവം ഉള്ളവരാണെന്നറിയാമോ? 2 പത്രോസ് 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആമേൻ. ഇന്നും അനേകരെ രക്ഷിക്കുവാൻ, ഇന്നും അനേകരെ കർത്താവിനെ സ്വീകരിക്കുവാൻ കർത്താവ് ആഗ്രഹത്തോടെ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അതിന് ദൈവം ഉപയോഗിക്കുന്നത് ചിലപ്പോൾ നമ്മളെ ആരെങ്കിലും ആയിരിക്കും. കാരണം 2 Corinthians 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ക്രിസ്തുവിലാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. താഴോട്ട് വായിക്കുന്നു, നമ്മളെ നിരപ്പിൻ്റെ ശുശ്രൂഷ നമ്മുടെ പക്കൽ ദൈവം ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ദൈവം മനുഷ്യനുമായി തെറ്റിപ്പിരിഞ്ഞ അവസ്ഥയിലാണ്. ദൈവം മനുഷ്യനുമായി ശത്രുത്വത്തിൻ്റെ അവസ്ഥയിലാണ്. ആ ശത്രുത്വം ഇല്ലാതാക്കി നിരപ്പിൻ്റെ ആ ശുശ്രൂഷ, നിരപ്പിൻ്റെ ആ ഒരു സുവിശേഷം, കൃപയുടെ സുവിശേഷം അവരെ അറിയിക്കുവാൻ നമ്മെ ദൈവം പരിമേൽപ്പിച്ചിരിക്കുന്നു. നാം മിണ്ടാതിരുന്നാൽ ഒരുപക്ഷെ പലപ്പോഴും പലരും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവർ, നേരിട്ട് പോയി സുവിശേഷം അറിയിക്കുവാൻ സാധ്യമല്ലാത്ത മേഖലകളിൽ നമുക്ക് ധാരാളം സൗകര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ വഴിയായി ഉണ്ടല്ലോ. ഇൻ്റർനെറ്റ് വഴിയായി, സോഷ്യൽ മീഡിയ വഴിയായി അനേക ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കർത്താവിനെ അറിയാൻ താല്പര്യപ്പെട്ടിട്ട് അവർ ഇതിനകത്തിൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു.
അവരുടെയൊക്കെ സുവിശേഷം അറിയിക്കാനുള്ള ബാധ്യത നമുക്ക് ഏറ്റെടുക്കാം. അപ്പോൾ തന്നെ വ്യക്തിപരമായി സുവിശേഷം അറിയിപ്പാൻ നമുക്ക് കഴിയുമെങ്കിൽ, പണ്ടത്തേതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ വിരളമാണ് ഈ കാലങ്ങളിൽ. അതുകൊണ്ട് ഏത് രീതിയിലായിരുന്നാലും നമുക്ക് ഒരാളെ ഈ വലിയ ലോകത്തിലേക്ക് വലിയ അത്ഭുതമായിരിക്കുന്ന ഈ രക്ഷിക്കപ്പെടുന്ന ഈ അത്ഭുതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായിട്ട് ദൈവം കണക്കാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ വായിക്കുന്നു, കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും, അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകയും ഭൂമി അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയ്ക്ക് അഴിവാനുള്ളതാകിരിക്കാൻ ആകാശം ചുട്ടുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്ന് ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവർ ആയിരിക്കണം. താഴെ വായിക്കുന്നു, നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ആമേൻ. തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മോട് പറഞ്ഞത് പ്രപഞ്ചമോഹങ്ങളും ഭക്തിയോടും വർജിക്കണമെന്നാണ്. നീതിയോടും സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ നമുക്ക് ജീവിക്കണമെന്നാണ്. എന്നിട്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള പ്രത്യക്ഷതയ്ക്കായിട്ട് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നു, നിങ്ങളെത്ര ബന്ധുരുവാനും വരവ് കാത്തിരുന്നും കൊണ്ട് നിങ്ങളെത്ര വിശുദ്ധ ജീവിതം ഭക്തിയുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശം ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കും. നമ്മോട് കൃപ ചൊരിഞ്ഞ കർത്താവ് ഇന്നും ദീർഘക്ഷമയോടെ ആയിരിക്കുന്നല്ലോ. നമുക്ക് നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ദൈവം ഉദിപ്പിച്ചുവെങ്കിൽ, തൻ്റെ സ്വന്തം പുത്രനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ തന്നെ ഈ ലോകത്തിലേക്ക് കൃപയുമായി അയച്ചുവെങ്കിൽ, ആ കൃപ ചൊരിഞ്ഞത് മുഖാന്തരം നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടുവെങ്കിൽ, അനേകരെ ആ രക്ഷയെങ്കിലേക്ക് ആനയിപ്പാനുള്ള ഉത്തരവാദിത്വം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ അംബാസഡേഴ്സ് ആക്കി കർത്താവ് തീർത്തിരിക്കുകയാണ്. നമുക്ക് ഉത്തരവാദിത്വത്തോടെ ഈ വേല നിർബാധം തുടരുവാൻ ദൈവം നമ്മെ ഇന്ന് പകൽ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവകൃപയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങിയത്. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ആഴ്ചകളിൽ നമുക്ക് നിരന്തരമായി കേൾക്കുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ നമുക്ക് എന്നെ സൗകര്യമുണ്ട്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമ്മളിത് ചെയ്യുവാൻ പോവുകയാണ്. എന്നാൽ ഇന്നത്തെ വചനത്തിൻ്റെ ആധാരത്തിൽ ഇന്നത്തെ വചനത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്ത് യോഗ്യതയായിരുന്നു ഈ കൃപ അനുഭവിപ്പാനായിട്ടുണ്ടായിരുന്നത്? എനിക്ക് എന്ത് കഴിവോ പ്രശംസിപ്പാൻ എന്തുണ്ടായിരുന്നു എൻ്റെ പക്കൽ? ഒന്നുമില്ലായിരുന്നു. നാശമേറിയ കുഴിയിലും കൊഴിഞ്ഞ ചേറ്റിലും കിടന്ന് എന്നെ കർത്താവ് തേടി വന്നു. കാട്ടൊലിവിൻ്റെ ശാഖയായ എന്നെ ഒടിച്ചെടുത്ത് നല്ല ഒലിവുമരമായ ആ യഹൂദ ജാതിയുടെ ഒലിവുമരത്തോട് ഒട്ടിച്ചു ചേർത്തു, ഗ്രാഫ്റ്റ് ചെയ്ത് ചേർത്തു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ കർത്താവാക്കി വെച്ചു. ആമേൻ. നിത്യപാപത്തിൽ, അധർമ്മത്തിൽ, അനീതിയിൽ, അകൃത്യത്തിൽ മരിച്ചിരുന്ന എന്നെ കർത്താവ് ജീവിപ്പിച്ചു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നേക്കുമായി എന്നെ വീണ്ടെടുത്തു. നിത്യമരണത്തിൽ നിന്നും നിത്യദണ്ഡനത്തിൻ്റെ അവസ്ഥയിൽ നിന്നും എന്നെ എന്നേക്കുമായി രക്ഷിച്ചു. ആമേൻ. സ്വർഗത്തിലെ സന്തോഷം അനുഭവിപ്പാൻ എന്നെ വേർതിരിച്ചു. ഹല്ലേലൂയ. ഇതെല്ലാം എങ്ങനെയാണ് സാധിച്ചത്? ഇതെല്ലാം സാധിച്ചത് കൃപയുടെ ഈ സുവിശേഷത്താലാണ്.
ഈ കൃപയുടെ മാഹാത്മ്യം നമ്മൾ അറിയണം, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഏക വ്യക്തി കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കർത്താവ് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ട് 4:12, മറ്റൊരുത്തിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, യേശു ക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും വന്നു. അവൻ്റെ കൃപയുടെ നിറവിലാണ് നാം ആയിരിക്കുന്നത്. ആ കൃപയുടെ നിറവിൽ നിന്നും നാം കൃപമേൽ കൃപ പ്രാപിക്കുന്നവരാണ്. ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ കൃപാസനം ഇന്ന് നമുക്ക് വേണ്ടി കർത്താവ് തുറന്നു വെച്ചിരിക്കുകയാണ്. കൃപ ചൊരിഞ്ഞു, നമ്മെ ഈ പരുവത്തിലാക്കി ഇതുവരെ കൊണ്ടുവന്നു. ഇന്നും കൃപ ചൊരിയുവാൻ നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് തത്സമയത്ത് വേണ്ട കൃപ ദാനമായി നൽകുവാൻ തക്കവണ്ണം നല്ലവനായ കർത്താവ് തന്റെ കൃപാസനം നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുക. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലുക. കുറിവാക്യം മറന്നു പോകരുതേ. കുറിവാക്യം എന്താ നമ്മൾ വായിച്ചത്? അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങൾ വ്യർത്ഥമാക്കി കളയരുത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ദൈവകൃപ നാം വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഈ കൃപയുടെ സിംഹാസനം സഹോദര സഹോദരി എനിക്കും നിങ്ങൾക്കുമായി തുറന്നിട്ടിരിക്കുന്നു. കരുണ ലഭിപ്പാൻ, തത്സമയത്ത് കൃപ പ്രാപിപ്പാൻ നമുക്ക് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് ഓടിച്ചല്ല. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഒരു കാര്യം ചെയ്തിരിക്കണം. ഈ ലോകത്തിൽ ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിപ്പാൻ തീരുമാനമെടുക്കണം. അപ്രകാരം ഒരു നല്ല ജീവിതം നയിച്ച് കർത്താവിൻ്റെ കൃപാസനത്തിലേക്ക് സമയാസമയങ്ങളിൽ എപ്പോഴും ഓടിച്ചെന്ന് ആവശ്യത്തിന് തത്സമയത്ത് കൃപ പ്രാപിച്ച് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ നമുക്ക് കാത്തിരിക്കാം. അതിനാ ദൈവം നമ്മെ സഹായിക്കട്ടെ, അതിനാ ദൈവം നമ്മെ ഒരുക്കട്ടെ. തീർച്ചയായിട്ടും നാം ഈ രീതിയിൽ മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് നിൽക്കാൻ സാധിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് എന്ന് പറയുന്നു. So let us all stand with confidence before him. Hallelujah. ദൈവം നമ്മേവരെയും ഈ വചനങ്ങളാൽ ഇന്ന് ഈ സന്ധ്യാസമയം സഹായിക്കുമാറാകട്ടെ.